അളിയ അളിയ കല്ല് വലിച്ചിളക്കല്ലേ മര്യാദയ്ക്ക് കിടന്ന് തൂങ്ങാതെ. അതല്ലടാ ജയ, ഞാൻ എത്ര ആലോചിച്ചിട്ട് നീ പറഞ്ഞ ആ കഥയിലോട്ട് അതിലൊരു ജീവിതം ഇല്ലടാ ആ കഥയിൽ. ഞാൻ പറയാം, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ കഥയുണ്ട്, നമുക്ക് അതെടുത്ത് സിനിമയാക്കാം. അളിയ അതല്ല, ഇത് ജീവിതമാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എവിടെ അനുഭവിച്ചാൽ ആരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? അല്ല, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ എന്തോളി, ഞാൻ എഴുതുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടി. എന്നാലും ഒരു കൊച്ച് പെട്ടെന്ന് വന്ന് ഒരുത്തൻ്റെ അടുത്തിരുന്ന് ആ കൊച്ച് ആരെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കഥയിൽ എവിടെയാണ് ജീവിതം ഇരിക്കുന്നത്? ഫാന്റസിയാണ് ഇത്, ഫാന്റസി. ഒരു കൊച്ച് പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് മാജിക്കാണ്. അത് ആരാണെന്ന് കണ്ടുപിടിക്കാം, അവിടെ അല്ലേ നമുക്ക് ട്വിസ്റ്റ്. ജയ, ഞാൻ പറയണ നീ ശ്രദ്ധിച്ച് കേള്. ആ വീട്ടിലെ നായകൻ്റെ ഭാര്യ, 2 പിള്ളേർ, ഈ 4 പേര് താമസിക്കണം അവിടെ. പെട്ടെന്ന് ഒരു കൊച്ചു വരുന്നു. എവിടെ നിന്ന് വരുന്നു? ആര് വരുന്നു? കഥാപാത്രത്തിന് പൂർണ്ണതയില്ല. നീ അത് കഥ പറയാതെ. എനിക്ക് 4 പിള്ളേരെ കാര്യം പിന്നെ എവിടെ പോകുന്നു? 4 പിള്ളേർ അവിടെ താമസിക്കല്ലേ? 4 പിള്ളേരാ? വായി തോന്നിയത് പറയല്ലേ, മൂക്കിടിച്ച് പറയുന്നത് ഞാൻ. അന്ന് പറഞ്ഞപ്പോ ഈ കഥയിൽ ഈ 4 പിള്ളേരില്ലായിരുന്നല്ലോ. ഭാര്യ, ഭർത്താവ്, 2 പിള്ളേർ. ഈ 4 പിള്ളേരെ നീ എവിടെ നിന്നുകൊണ്ട്? 4 പിള്ളേരുണ്ടായിരുന്നു. നീ അങ്ങനെ പണഞ്ഞില്ല ജയ. നീ എൻ്റെ ഞാൻ നിന്റെ കൂട്ടാളി എഴുത്തുകാരനാണ്. ഇങ്ങനെ ആദ്യമേ നമ്മൾ പിരിയും. ഇങ്ങനെയാണെങ്കിൽ ഒരു പടം പോലും നമ്മൾ ഒരുമിച്ച് ചെയ്യൂല. പറഞ്ഞില്ല അളിയാ? നീ പറഞ്ഞില്ല. നീ ഈ 4 പിള്ളേർ ഏത് പിള്ളേർ? അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പിള്ളേരെ. വാടകയ്ക്കാ? അവിടെ എവിടെ വാടകയ്ക്ക് താമസിക്കുന്ന? മുകളിലത്തെ നിലയില്. ഭ്രാന്താടാ എനക്ക്. ഓടിട്ട വീട്ടിൽ എവിടെയാടാ? മുകളിലത്തെ നില. ഡബിൾ ഡെക്കർ ബസ്, KSRTC, ശംഖുമുഖം ശാസ്താംകുളം റൂട്ടിൽ ഓടണം. അതല്ല, തറവാടില്ലേ, വലിയ തറവാട്. ആ തറവാടിന്റെ മുകളില് 4 പെമ്പിള്ളേർ വാടകയ്ക്ക് താമസിക്കാണ്. ഇല്ലടാ, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ കഥ നീ ഇപ്പൊ കുത്തി കയറ്റിയത്. അന്ന് നീ ഇത് പറഞ്ഞില്ല. അളിയ സത്യമായിട്ട് ഉള്ളതാണ്. സത്യമായിട്ട് അവിടെ താമസിക്കുന്നു 4 പിള്ളേർ. ഓ, ഞാൻ എഴുതി വെച്ചു തന്നെ. എത്ര വയസ്സായിരിക്കും? 24, 25, 26 പ്രായം. ഇടാ മുതുക്കിഴങ്ങ. പിന്നെ സംശയിക്കണ അതിലൊരു തീരെ തന്നെ ഈ കൊച്ച്. അങ്ങനെ വരാൻ വഴിയില്ല. ആ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്. നല്ല പിള്ളേരാ? എടാ, നല്ല പിള്ളേരാണോ ചീത്ത പിള്ളേരാണോ എന്നൊക്കെ നമുക്ക് അതിലോട്ട് ചൂഴ്ന്നിറങ്ങുമ്പോഴേ അറിയാൻ പറ്റും. അല്ല, നീ ഇപ്പൊ ആ 4 പിള്ളേരെ അവിടെ ഇട്ടതിൽ തന്നെ അതിലൊരു കാര്യമുണ്ട്. അവരുടെ ഒരാളിൻ്റെയാണ് കൊച്ച്. അങ്ങനെ അതിൽ 3 പിള്ളേർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പിള്ളേരാണ്. അവർ നല്ല സ്വഭാവമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നീ ഇത് കഥയിലെ കാര്യമാണോ പറയണം, ജീവിതത്തിലെ കാര്യമാണോ പറയണം? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലാവണില്ല. നീ ഇത് കഥ എഴുതിയ കഥയിലല്ലേ? പിന്നെ അവരെ നിനക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ സൃഷ്ടിച്ചത് അവരെ. ഞാൻ അങ്ങനെയുള്ള സ്വഭാവമുള്ള പിള്ളേരായിട്ടാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കാം, അതിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരാണ്? അയ്യോ, അതിന് 4 ഒരുപോലെ തന്നെ. 4 കള്ളം പറയും. അങ്ങനെയാണെങ്കിൽ 4 പിള്ളേർ വരണ്ടേ? ഇപ്പോൾ ഒറ്റ കൊച്ചല്ലേ ഉള്ളൂ. അതാണ്. എപ്പോഴും അവിടെ നിന്ന് മുങ്ങുന്നത് ആരാണ്? അത് പപ്പിമോള്. പപ്പിമോളാ? പപ്പിമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകും, പിന്നെ തിരിച്ചു വരും. കുറേ ദിവസം കാണൂല, പിന്നെ പെട്ടെന്ന് വരും. അതുമല്ല അളിയാ, പപ്പിമോളെ കഞ്ചാവ് വലിക്കും, കഞ്ചാവ് വലിക്കും. എന്നിട്ട് ഈ കൂടോത്രമൊക്കെ ചെയ്യും. ഒരു ദിവസം അളിയാ ഈ തലയോട്ടേക്ക് വെച്ച് വെളിയിറങ്ങി നിന്ന് ഞാൻ കണ്ടു പേടിച്ച് ബോധം കിട്ട് വീഴുന്നുപോയി. എനിക്ക് അറിഞ്ഞുകൂടാതെ ചോദിക്കണം. നീ ഇത് ജീവിച്ചുകൊണ്ടിരിക്കണം. അതാ കഥ. കഥാപാത്രം അങ്ങനെ പുറത്തിറങ്ങി വന്ന് നിന്നെ പേടിപ്പിക്കണം. നീ എന്തോ പറയണത്? ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും വർഷം എഴുതി എനിക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ആത്മാർത്ഥമായിട്ട് എഴുതുമ്പോഴേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്നെ വലയ്ക്കാതെ. നീ വലയ്ക്കാൻ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നീ ഒന്നും നോക്കണ്ട, ഈ കുപ്പി മോള് തന്നെ ആ കൊച്ചിന്റെ തള്ള. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കണേന്ന് നീ? എടാ, ഇത്രയും കാലം ഇത്രയും വളർന്നില്ലടാ ജയ. നമുക്ക് DNA ടെസ്റ്റ് അങ്ങ് എടുക്കാം. കൊച്ചാപ്പ കൊണ്ട് വെച്ചിരിക്കണം അവിടെ. കൈയാടാ പുല്ലേ. പിന്നെ കഥാപാത്രത്തിന്റെ DNA എടുക്കാൻ നീ എങ്ങോട്ട് തന്നെ വിളിച്ചോ? ശരിയാക്കാൻ. ഇതിന് തലയിടിച്ച് അങ്ങ് ചത്താലാ. എന്തളിയാ